നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 1. നമ്മൾ മെയ് ദിനം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലോക തൊഴിലാളി ദിനം എന്നൊക്കെ വിളിക്കും. ഈ ഒരു ദിവസം കൊണ്ടുവന്നതിൻ്റെ ആശയം വേറെ പലതുമാണ്. തൊഴിലാളികൾക്ക് ഈക്വൽ റൈറ്റ്സ് കിട്ടുക, 12 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് 8 മണിക്കൂർ ജോലി ചെയ്യുക, അതുപോലെ ഡിസ്ക്രിമിനേഷൻ മാറ്റുക, അങ്ങനെ പല പല കാര്യങ്ങൾ, പല പല ആദർശങ്ങളും പല പല ആശയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വേൾഡ് ലേബർ ഡേ, ഇന്റർനാഷണൽ ലേബർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഡേ ആചരിക്കുന്നത്. ഇതിന് പിന്നിൽ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു സ്പീച്ച് തരാനോ അല്ലെങ്കിൽ അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസ്, അന്ന് എനിക്കിത് ആരോടും പറയാനോ അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ, അത് പറയാൻ പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡേ ആണെന്ന്. പണ്ടൊക്കെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അർത്ഥമില്ല. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് പറയാൻ നിങ്ങളുടെ മുന്നിൽ, അല്ലേ, എനിക്ക് കുറച്ച് ഓഡിയൻസ് ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരേ വൈബുള്ള കുറച്ച് കൂട്ടുകാർ ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ള എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഒപ്പീനിയൻ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ആ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റിയ വേഷം ഇതല്ല, വേഷം ഒന്ന് മാറ്റേണ്ടി വരും. അതെ, ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ വേഷം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതാണ്. ഇതെൻ്റെ സ്വിഗ്ഗിയുടെ യൂണിഫോമാണ്. ഞാൻ CME ഇൻ്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എറണാകുളത്ത് പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു സ്വിഗ്ഗിയിൽ ഡെലിവറി പാർട്ട്ണറായിട്ട് ജോലി ചെയ്യാന്നുള്ളത്. എനിക്കിന്ന് നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം, നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും, എനിക്ക് പേഴ്സണലി അറിയാം പല കൂട്ടുകാരും, നമ്മുടെ കൂട്ടത്തിൽ തന്നെ സർവൈവ് ചെയ്യാനായിട്ട് പാടുപെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഒത്തിരി പാർട്ട് ടൈം ജോബുകൾ ചെയ്യുന്നുണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ. സത്യം പറഞ്ഞാൽ ഫൈനാൻസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു ബേസ് തന്നെയാണ്. അപ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ എഡ്യൂക്കേഷനെയും നമ്മുടെ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനും പേഴ്സണലി ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത ജോലികൾക്ക് എനിക്ക് അഭിമാനം തന്നെയാണ് ഉള്ളത്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കുറച്ച് പേരോട് പറയാനും എൻ്റെ ജൂനിയേഴ്സിനോട് പറയാനും അവരെ ഇൻസ്പയർ ഒക്കെ എനിക്ക് ഭയങ്കര അഭിമാനമുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്വിഗ്ഗിയൊക്കെ ഓടാൻ പോകുന്ന സമയത്ത് എറണാകുളത്ത് തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാവുന്ന കുറച്ച് ലീഡിങ് ആയിട്ടുള്ള എന്താ ഒരു മോളിൽ ഞാൻ ഒരിക്കൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോയി. ഞാനിത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഞാൻ കോച്ചിങ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കോച്ചിങ്, അതിനുശേഷം രാത്രി പാർട്ട് ടൈം ആയിട്ടായിരുന്നു ഈ സ്വിഗ്ഗിയൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാത്രി ഒരു 7 മണി 8 മണി 6 to 8 മണി സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷാണ്, റോഡിലൊക്കെ ഭയങ്കര റഷാണ്. നമ്മളൊരു ദിവസം എങ്ങനെയെങ്കിലും ഒരു 300 രൂപയെങ്കിലും സേവ് ചെയ്യണം, 300 രൂപയെങ്കിലും ഒപ്പിക്കണം എന്ന് അതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുറച്ച് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഈ സമയത്ത് അവിടെ ജോയിൻ ചെയ്ത സമയത്ത്, ആദ്യമായിട്ടൊക്കെ ജോയിൻ ചെയ്ത സമയത്ത്, അവിടുത്തെ ലീഡിങ് ആയിട്ടുള്ള ഒരു മോള് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ മോളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അവിടെ ഒരു ഓർഡർ വന്നപ്പോൾ അത് പിക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ പോയിട്ട് അവരുടെ കോർട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുഡ് കോർട്ട് ഏറ്റവും മുകളിലായിരിക്കും. അവിടുത്തെ ലിഫ്റ്റിൽ കയറിയപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. ഞാൻ നോർമലി സാധാ മോളിലൊക്കെ പോകുന്നത് പോലെ ലിഫ്റ്റിൽ കയറിപ്പോയി. അവിടുന്ന് എന്നെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട്, അവിടെ കൂടെ നിന്ന മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്ന് അവിടെ മോളിൽ വന്ന ആൾക്കാരെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് എന്നെ ഒരു ലിഫ്റ്റിൽ നിന്ന് പുറത്താക്കി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി, ഭയങ്കരമായിട്ട് വിഷമം വന്നു. അതുമാത്രമല്ല, ഞാൻ ഇവിടെ നമ്മൾ CMA ജോയിൻ ചെയ്യുന്നതിന് മുന്നേ, ഡിഗ്രി കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന സമയത്തും ഇവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഇവിടെ കൊല്ലത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് പോയി. ചുമ്മാ പോയതാ. അവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ രാത്രി വിമൻസിൻ്റെ അവിടെ ആയിരിക്കും മിക്കപ്പോഴും ഫുഡ് ഡെലിവറി വരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ആവേശമാണ് പിള്ളേർക്കൊക്കെ. ഞാൻ കാഷ്യലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ അന്ന് വേറൊരു സാഹചര്യം കൊണ്ട് എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച, എൻ്റെ ക്ലാസ്മേറ്റായിട്ട് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ കണ്ടു. അപ്പോൾ ഞാൻ ഫുഡ് ഡെലിവറി ചെയ്ത സമയത്ത് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് ഇതാരാ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച സാഗർ, സ്കൂളിൽ പഠിച്ച. അപ്പോൾ അവരെന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ തമ്മിൽ പറയാം, കൂടെ പഠിച്ച സ്കൂളിൽ കൂടെ പഠിച്ച ആളിപ്പോൾ ഡോക്ടർ ആവാനായിട്ട് MBBS പഠിക്കുന്നു, മറ്റേ പുള്ളിക്കാരൻ ഇതാ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ മറ്റേ കുട്ടിയോട് എന്നെ പറഞ്ഞ് കളിയാക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ അതിലൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതുപോലൊരു ഫ്ലാറ്റ്, ഈ ഫ്ലാറ്റും ഭയങ്കര പ്രസിദ്ധമായ ഫ്ലാറ്റാണ്. നമ്മുടെ സിനിമാ നടന്മാരും ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന പല ആൾക്കാരുള്ള ഫ്ലാറ്റാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഫ്ലാറ്റിൻ്റെ 10ാമത്തെയോ 8ാമത്തെ നിലയിൽ എന്താണ് ഡെലിവറി. ഞാൻ അവിടെ താഴെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭയങ്കര ചടങ്ങായി ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യമേ ഗേറ്റിൽ നമ്മുടെ ID കാർഡും അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അവർ നമ്മുടെ ബാഗ് പരിശോധിക്കും, വണ്ടി അകത്ത് വയ്ക്കാൻ സമ്മതിക്കില്ല, പുറത്ത് വെക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അകത്ത് പോകണം. എന്നിട്ട് 8ാമത്തെയോ 9ാമത്തെ നിലയിലൊക്കെ ആയിരിക്കും ഡെലിവറി. ചിലപ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല, ചില സമയത്ത് ലിഫ്റ്റിൽ കയറാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇത് കണക്ക് ഞാൻ ലിഫ്റ്റിൽ കയറിയ സമയത്ത് അവിടെ കൂടെ നിന്ന ഒരു സ്ത്രീ, അവർക്ക് നല്ല ഏജ് ഉണ്ട്, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ക്യാഷ് ടീമാണ്. അത് കണ്ടാലറിയാം. സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലാണ്. ഞാൻ ലിഫ്റ്റിൽ കയറി, കാരണം 8ാമത്തെയോ 9ാമത്തെ നിലയിലാണ്, വയ്യ, അവിടെ വരെ പോകാനുള്ള അവസ്ഥയില്ല. കയറിയ സമയത്ത് അവർ സംസാരിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ പണ്ട് +1 +2 പഠിച്ചിരുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഒരു സംഭവം പഠിച്ചിരുന്നു. ഒരു ഷിപ്പിൽ ഒരാൾ ചുമക്കുന്ന ഒരാൾ, വെയിറ്റ് എടുക്കുന്ന ഒരാൾ, കുറേ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരെ ഷിപ്പിൽ കയറുന്നതും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ ലേബർ ഡേക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ജോലി ചെയ്യുന്നതിനും അതിൻ്റേതായ അന്തസ്സുണ്ട്.
ചിലപ്പോൾ പല സാഹചര്യങ്ങളിൽ വന്നായിരിക്കും. ചിലപ്പോൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. എൻ്റെ കൂടെ സ്വിഗ്ഗി ചെയ്ത ഒരു ചേട്ടന് 2 PG ഉണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മറ്റേതോ ഒരു കോഴ്സിലും കൂടെ മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏതോ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ആ ചേട്ടൻ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങളെങ്കിലും ഒരു ഡിസ്റെസ്പെക്റ്റ് ആരോടും കാണിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിലിപ്പോൾ പുല്ല് ചെത്താൻ വരുന്ന ചേട്ടന്മാരായെങ്കിൽ പോലെ, അല്ലെങ്കിൽ ഡെലിവറിക്ക് വരുന്ന ചേട്ടന്മാരായിക്കോട്ടെ, ഈ രാവിലെ ഉച്ച സമയത്തൊക്കെ ഡെലിവറി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തോരം ഫ്രസ്ട്രേഷനുള്ള ജോലിയാണെന്നറിയാമോ? നമ്മൾ ഫുള്ള് വേർത്ത് അതിൻ്റെ കൂടെ ഹെൽമെറ്റ് വെക്കണം, കോള് വരുന്നത് അറ്റൻഡ് ചെയ്യണം, ട്രാഫിക് ഉണ്ടാവും, നമ്മുടെ ബാക്കിൽ വലിയ വെയിറ്റ് ഉണ്ടാവും. ഒക്കെ ഭയങ്കര ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെയൊന്നും നിങ്ങൾ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ചെല്ലുമ്പോൾ ജസ്റ്റ് ഒരു സ്മൈൽ കൊടുക്കുക. ഇടയ്ക്ക് വെച്ചൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്ക് ലിറ്ററലി കരച്ചിൽ വന്നു. കാരണം ഞാൻ അതിൽ അനുഭവിച്ച പല കാര്യങ്ങളും, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അന്ന് ആൾക്കാർ അനുഭവിച്ച പല കാര്യങ്ങളും എനിക്കതിൽ കാണേണ്ടി വന്നു. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ സ്വിഗ്ഗി ഡെലിവറി ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരുടെ അവസ്ഥ, കസ്റ്റമേഴ്സ് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത്. ഞാനൊക്കെ രാത്രി ഡെലിവറിക്ക് പോകുന്ന സമയത്ത് അവർ വിളിക്കും, നമ്മളെ ഫുഡ് ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോകാം, സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ടുപോകാം, അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടുപോകാം എന്നൊക്കെ പറയും. നമ്മുടെ കയ്യിൽ ഒരു 5 പൈസ പോലും എടുക്കാനുണ്ടാവില്ല. പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പോൾ അത് വാങ്ങിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ താഴെ വന്നിട്ടൊന്ന് ചേട്ടാ താഴോട്ട് ഫുഡ് എടുക്കാനായിട്ടൊന്ന് വരുമോ എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ അതൊക്കെ ഭയങ്കര മോശം. അപ്പം നിങ്ങളുടെ ജസ്റ്റ് ഒരു സ്മൈൽ, ടിപ്പൊന്നും കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സ്മൈൽ. അല്ലെങ്കിൽ വെയിലത്തൊക്കെയാണ് വരുന്നെങ്കിൽ കുറച്ച് വെള്ളം വേണമെന്ന് ചോദിക്കുക. നമുക്ക് പോസ്റ്റ് കൊണ്ടുതരുന്ന ചേട്ടന്മാരില്ലേ, അവരോട് കുറച്ച് വെള്ളം വേണമെന്ന് ചോദിക്കുക. അതുപോലെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാർ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതായത് പട്ടാളത്തിലൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഊർജ്ജവും നല്ല അടിപൊളി നമ്മൾ എനർജറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടം മുഴുവൻ ഒരു ദേശത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട കുറേ ജവാന്മാരുണ്ട്. അവരൊക്കെ റിട്ടയർ ചെയ്തിട്ട് അതിൽ കുറേ ആൾക്കാർ, മെജോറിറ്റി ആൾക്കാരും സെക്യൂരിറ്റി ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പോസ്റ്റിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. അവരൊക്കെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യുക, കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുക, വെള്ളം വേണമെന്ന് ചോദിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ജസ്റ്റ് ഒരു ചിരിയെങ്കിലും ചെയ്യാമല്ലോ. അല്ല അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാറി നിൽക്കുക, നിങ്ങളൊക്കെ അഗ്ലി ക്രീച്ചേഴ്സാണ്, നിങ്ങൾക്ക് സ്മെല്ലുണ്ട്, നിങ്ങളെ വേർതിരിക്കുകയാണ്, ഞങ്ങളൊക്കെ പ്രിവിലേജ്ഡ് ക്ലാസ്സാണ്, അങ്ങനെയൊന്നും ഒരിക്കലും കാണിക്കാതിരിക്കുക. അതൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അത് അങ്ങനെ വേണം. നിങ്ങൾ ഒരിക്കലും ആരെയും ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ടിരിക്കുക. ഞാനിപ്പോൾ ഈ പറയുന്നത് ഒരു ക്ലാസ് അല്ല, എല്ലാ ടൈപ്പ് ഓഫ് ജോലിക്കും അതിൻ്റെതായ പ്രിവിലേജ് ഉണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറേ സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ CMA ഒക്കെ പാസ്സായിട്ട് നല്ല വൈറ്റ് കോളർ ജോബുകൾ, നമുക്ക് നല്ല ഡിഗ്നിറ്റി ഉള്ള ജോബുകളൊക്കെ കിട്ടും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മളെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്യൂൺ ചേട്ടന്മാരുണ്ടാവും, ചിലപ്പോൾ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ടാവും, നമ്മൾ വഴിയിൽ വെച്ച് വരുന്ന പല ആൾക്കാരുണ്ടാവും, ലോട്ടറി വിൽക്കുന്ന ചേട്ടന്മാരുണ്ടാവും. ഇവരൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് റെസ്പെക്ട് ചെയ്യുക. ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് എടുക്കുക. വേറൊരു ഫണ്ണി ഇൻസിഡൻറ്റ് കൂടി ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ഡിഗ്രി പാസ്സായിട്ടിരിക്കുന്ന സമയത്ത്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ മറ്റേ വെഡിങ്ങിനൊക്കെ വീഡിയോ ഇല്ലേ, വീഡിയോയുടെ ലൈറ്റ് ബോയ് ആയിട്ട് പോവുക, ഫോട്ടോഗ്രാഫറുടെ ഹെൽപ്പറായിട്ട് ഫ്ലാഷും അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പോവുക, അതുപോലെ കേറ്ററിംഗ് വർക്ക്, ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ആൾ വേണം. കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളൊരു റിസപ്ഷനിസ്റ്റൊക്കെ ആയിട്ടാണ് ആദ്യമേ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് അവിടെ പല കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പല രീതിയിലേക്ക് മാറി. അപ്പോൾ ഞാൻ ആ ഡിഗ്രി വെക്കേഷൻ ആ ഒരു സമയത്ത് റെസ്റ്റോറൻറ്റിൽ കയറുന്നതിന് മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്ത അവരുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടിയെ ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് പോയി. അപ്പോൾ അന്നത്തെ നമ്മളെ മെയിൻ സോഴ്സ് ഓഫ് എനിക്ക് ഈ ട്യൂഷൻ എടുക്കാന്നുള്ളതാണ്. നമ്മൾ ഈ ട്യൂട്ടോറിയൽ കോളേജസിലൊക്കെ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. +1 +2 പിള്ളേരെ അക്കൗണ്ടൻസിയും അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗിൽ C++, അതൊക്കെയായിരുന്നു മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ പഠിപ്പിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ആ കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, ഇംഗ്ലീഷും കുട്ടിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് എത്ര പോരാന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാനായിട്ട് പോകണം. അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷിൽ അത്യാവശ്യം ഒരു കൊച്ചിൻ്റെ മുമ്പിലേക്ക് പിടിച്ചിരിക്കാനുള്ള ഇംഗ്ലീഷൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 9 മണിക്ക് എന്തോണ്, 9 മണി തൊട്ട് 10:30 വരെയോ, അതെ 10:30 വരെ 11 മണി വരെയാണ് ആ കുട്ടിക്ക് ട്യൂഷൻ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു. ഫസ്റ്റ് ദിവസം ചെന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പഠിപ്പിക്കുന്ന സാറാണ്, അങ്ങനെ വലിയ പുള്ളിയാന്നൊക്കെ പറഞ്ഞാൽ അവൻ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ പോവാം. അവിടെ പോയപ്പോൾ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പുതിയ ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ഉണ്ടല്ലോ, കുട്ടികളെ എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം കുത്തി പറഞ്ഞു വിടുന്ന അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോശം കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് എന്തായാലും ഇംഗ്ലീഷ് പഠിപ്പിക്കണം. ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ഔട്ട് ഹൗസ് പോലെ ഒരു സ്ഥലമുണ്ട്, പഴയ ഇരുത്തിലോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ അവിടെ പഠിപ്പിക്കാനായിട്ടുള്ള ഫുൾ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമേ അമ്മയോടൊക്കെ സംസാരിച്ചു. അമ്മ ബാങ്കിൽ എന്താണ് ജോലി, അപ്പോൾ കുട്ടിക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ ചെന്നിട്ട് ആദ്യ ദിവസം തന്നെ കുട്ടി വന്നു. 500 രൂപയൊക്കെ കൊണ്ടാണ് വന്നിട്ട് എൻ്റെ കാലിലേക്ക് വീണ് തൊട്ട് വീഴുക. അപ്പോൾ നമുക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കര ഓക്വേർഡ് സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്കൊരു നല്ലൊരു വെയിറ്റ് ഒക്കെ തന്ന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുട്ടിക്ക് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, കുറച്ച് ദിവസം പഠിപ്പിച്ചു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആ ഹോട്ടലിൽ ജോലിക്ക് പോകുന്നത്. ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. നമ്മൾ രാവിലെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കണക്കും കാര്യങ്ങളെല്ലാം നോക്കി അവിടുത്തെ ഡെയിലി സാലറി കൊടുക്കുന്ന ആൾക്കാർക്ക് സാലറി ഒക്കെ കൊടുത്ത് ലാസ്റ്റ് കടയും പൂട്ടിയിട്ട് വേണം വീട്ടിൽ വരുമ്പോൾ ഏകദേശം 1 മണിയോളം. അപ്പോൾ അതിനുശേഷം വീണ്ടും 11 മണിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 1 മണിക്ക് വന്നതിന് ശേഷം പിന്നെ രാവിലെ 9 മണിക്ക് ആ കൊച്ചിന് ട്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതിന് ഞാൻ അവസാനം അവിടെ പറഞ്ഞു എനിക്ക് വേറെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു അത്യാവശ്യം അടിപൊളി സ്റ്റാൻഡേർഡായിട്ടൊക്കെ പറയണം, നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയല്ലേ, റെസ്റ്റോറൻറ്റ് ജോലി കിട്ടി, അപ്പോൾ ഞാൻ അവിടേക്ക് പോകണം, എനിക്ക് കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ബാക്കപ്പ് ചെയ്തു. ഏകദേശം ഒരാഴ്ചത്തോളം എനിക്ക് തോന്നി ഞാൻ കൊച്ചിനെ പഠിപ്പിച്ചെന്ന്. അങ്ങനെ ഞാനിവിടെ വന്നു, ഹോട്ടലിൽ ജോലിയൊക്കെ സെറ്റായി, അവിടുന്ന് കിട്ടിയ എമൗണ്ട് കൊണ്ട് CMAക്ക് ജോയിൻ ചെയ്തു, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി. അപ്പോൾ CMAയുടെ സ്റ്റഡി ലീവോ സമയം എന്താ വന്നപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ നമുക്ക് വീണ്ടും സർവൈവ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ വീണ്ടും ആ കടയിൽ ജോലിക്ക് പോയി. അന്ന് റിസപ്ഷനിസ്റ്റായിട്ടല്ല പോയത്, ജ്യൂസ് അടിക്കാനാണ് പോയത്. ജ്യൂസറിൽ അവിടെ സ്പെഷ്യൽ ഒരു ജ്യൂസ് കൗണ്ടർ ഉണ്ട്, അവിടെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, ജ്യൂസ് കൗണ്ടർ. അപ്പോൾ അന്ന് നമ്മുടെ ഈ ഫുൾ ജാർ സോഡ ഹിറ്റായിട്ടുന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫുൾ ജാർ സോഡ ഒരു ഗ്ലാസ്സിൽ സോഡ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു കുഞ്ഞ് ഗ്ലാസ് എടുത്ത് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും, അത് കുടിക്കുന്നൊരു പരിപാടി. ഫുൾ ജാർ സോഡ ഹിറ്റായ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുൾ ജാർ സോഡ അടിക്കാൻ തുടങ്ങി, സംഭവം അങ്ങ് ഭയങ്കര വൈറലായി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഫുൾ ജാർ സോഡ കിട്ടൂ. എല്ലാ ആൾക്കാരും ഫുൾ ജാർ സോഡ കുടിക്കാനായിട്ട് വരാം, നമുക്ക് ഫുൾ ടൈം പണിയായി, ഫുൾ ടൈം തിരക്ക്. അപ്പോൾ ഞാനൊന്ന് ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചിട്ട് നിൽക്കുന്ന സമയം അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ അന്ന് എന്നോട് ട്യൂഷൻ എടുക്കുന്ന സമയത്തേ പറഞ്ഞു, കൊച്ചിൻ്റെ അച്ഛൻ ഗൾഫിലാണ്, അച്ഛൻ വരും അങ്ങനെയും ഇങ്ങനെയും കറങ്ങാൻ പോകുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെന്ന് ഫുൾ ജാർ സോഡയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ കൊച്ചു ഓർഡർ എടുക്കാൻ വന്നു. കൊച്ചിൻ്റെ അച്ഛനുമായിട്ട് ആ കടയിൽ വന്നു ഫുൾ ജാർ സോഡ ട്രെൻഡല്ലേ, മേടിച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു ഇതുകൊണ്ട് ആ ജ്യൂസ് കൗണ്ടറിൽ വെക്കാൻ പറഞ്ഞു. കൊച്ചി ഗ്ലാസ് കൊണ്ട് വെക്കാനായിട്ട് ജ്യൂസ് കൗണ്ടറിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫുൾ ജാർ സോഡ അടിക്കുന്നു. ഗ്ലാസ് കഴിയും എന്തോ ചെയ്യുന്നു. ഈ കൊച്ചു അവിടെ നിന്ന് ഒറ്റ അലറൽ, അമ്മ സാറത് ജ്യൂസ് അടിക്കുന്നെന്ന്. എൻ്റെ പൊന്നെ, എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ബിൽഡപ്പൊക്കെ കൊടുത്ത് 500 രൂപ ദക്ഷിണയൊക്കെ തന്ന് അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോകണം, ഇത് കഴിഞ്ഞാൽ CMA പഠിക്കാൻ പോകണമെന്നൊക്കെ തള്ളി വെച്ചിട്ട് വന്നിട്ട് അവിടെ സോഡ അടിക്കുക. ഞാൻ ഒരു നിമിഷം കൂടെ എന്താ ചേട്ടൻ അറിയാം, എനിക്ക് ചിരിയും വരുന്നത് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് എനിക്ക് ഇപ്പോഴും ഉണ്ടാവും ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മെജോറിറ്റി ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതിൽ സ്ട്രഗിൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു വലിയ ഷോട്ട് ഔട്ട്. നിങ്ങളൊക്കെ തന്നെയാണ് ഇനി വരുന്ന ഫ്യൂച്ചർ ലീഡ് ചെയ്യാൻ പോണത്, നമ്മുടെ ജൂനിയേഴ്സിനൊക്കെ ഇൻസ്പയർ ചെയ്യാൻ പോണത്, ഒരു മാതൃകയായിട്ടായിരിക്കും നിങ്ങളെല്ലാവരും പോണത്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ എനിക്ക് ഈ ഓവറായി പോകുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾ പുച്ഛിക്കുമായിരിക്കും, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്കിത് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്, എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായാലും, അത് താഴേക്കിടയിലുള്ള ജോലിയായാലും അല്ല ഉയർന്ന ജോലിയായാലും നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന ജോലിയായാലും നമ്മൾ അറയ്ക്കുന്ന ജോലികളാണെങ്കിൽ പോലും അവരെല്ലാം നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക, ഒരു ചിരി കൊടുക്കുക, ചേട്ടാ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും അതിനെ നമ്മളില്ലേ, എനിക്ക് ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സീൻ വഷളാവും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കാം. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരോടും മനുഷ്യത്തോടു കൂടി പെരുമാറാം. ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നമ്മുടെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു വീഡിയോയിൽ പിന്നെ ഒരു ദിവസം കാണാം. ബൈ.